ഒരു വെള്ളയപ്പത്തിന്റെ റെസിപ്പി ആയാലോ? ഇത് എനിക്ക് കുറച്ച് ഇഷ്ടമായതാണ്. ഞാൻ ഉണ്ടാക്കി സക്സസ് ആയ വെള്ളയപ്പത്തിന്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കണമെന്ന് അറിയില്ല, പക്ഷെ ഇതൊന്ന് ആക്കാം. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിപ്പോ 2 ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ കുതിർത്തതാണ്. പിന്നെ ഈസ്റ്റ് 1 സ്പൂൺ കേട്ടോ, 1 സ്പൂൺ, 1 ടേബിൾ സ്പൂൺ. ഇത് നാളികേരം 1 കപ്പ്, ചോറ് 1 കപ്പ്, മട്ടയിരിച്ചോറാണ്. പഞ്ചസാര 2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ, ഞാൻ ചേർക്കുന്നത് പച്ചവെള്ളമല്ല, ഇത് നാളികേരത്തിന്റെ വെള്ള. നമ്മൾ വീട്ടിൽ നാളികേരം ഉടക്കില്ലേ, ആ ഉടക്കുന്ന സമയത്ത് ഞാൻ ഈ വെള്ളം എടുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കും. അരി കുതിർക്കാനിടുമ്പോൾ ഈ വെള്ളം എടുത്ത് പുറത്ത് വെക്കും. പുറത്ത് വെച്ച് ഈ അരി അരയ്ക്കണത് ഈ നാളികേര വെള്ളത്തിലാണ് അരച്ചെടുക്കുക. അരച്ചു കഴിഞ്ഞൊരു 4 മണിക്കൂറിനുള്ളിൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള വെള്ളയപ്പം കിട്ടും. നമുക്കതൊന്ന് മിക്സിയിൽ അരച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. മാവ് അരച്ചത് ഇതാ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇതാണ് മാവിൻ്റെ പാകം. ഇനി അത് നമ്മളൊരു 2 മണിക്കൂർ കൊണ്ട് മാവ് പൊങ്ങുകയും ചെയ്യും, അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഉണ്ടാക്കിയിട്ട് കാണിക്കാം കേട്ടോ. അരച്ച് വെച്ച മാവ് ഇപ്പം ഞാൻ ഏകദേശം ഒരു 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നോക്കൂ, നന്നായിട്ട് ഉണ്ടോ പൊങ്ങിയിരിക്കുന്നുണ്ടോ മാവ്. അപ്പം എല്ലാവരും ധൈര്യമായിട്ട് ഇത് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല, ഇതേമാതിരി ഉണ്ടാക്കിയാൽ മതി. കണ്ടോ മാവ് എന്ത് ഫ്ലഫി ആയിട്ടുണ്ടെന്ന്. ഇത് വല്ലാതെ ഇളക്കാൻ നിൽക്കണ്ട, എന്താ വെച്ചാൽ നമ്മൾ പഞ്ചസാര, ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്ര ഇതായിട്ട് കിട്ടുന്നുണ്ടോ എപ്പോഴും. പക്ഷെ നമ്മൾ ഭയങ്കര സിമ്മിലിടണം ഗ്യാസ്, ഒരുപാട് ഇതാകരുത്. ചെറുതായിട്ട് കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വരുത്താം. അപ്പം നമ്മുടെ ഫ്ലഫി ആയിട്ടുള്ള വെള്ളയപ്പം ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ.